ABC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 147/2024. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1917. രണ്ടാമത്തെ ചോദ്യം, ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. മൂന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി റൗലറ്റ് ആക്ട്. നാലാമത്തെ ചോദ്യം, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നിസ്സഹകരണ സമരം. 1920 നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. ആറാമത്തെ ചോദ്യം, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി. ഏഴാമത്തെ ചോദ്യം, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. എട്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലബാർ. ഒൻപതാമത്തെ ചോദ്യം, വൈകുണ്ഠസ്വാമികൾ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി സമത്വ സമാജം. പത്താമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. 11ാമത്തെ ചോദ്യം, ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി. 12ാമത്തെ ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്താണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി പാർലമെന്റ്. 14ാമത്തെ ചോദ്യം, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര? രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി 6 വർഷം. 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 16ാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ്? 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ എ പാരീസ്. 17ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ബി സോജൻ ജോസഫ്. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കു ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏത്? 1 ദുർഗാപൂർ ബ്രിട്ടൻ, അത് ശരിയാണ്. 2 ബൊക്കാറോ അമേരിക്ക, അത് തെറ്റാണ്. ബൊക്കാറോ റഷ്യയുടെ സഹായത്താലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 3 റൂർക്കേല ജപ്പാൻ എന്നാണ് തന്നിട്ടുള്ളത്, തെറ്റാണ്. ജർമ്മനിയാണ് റൂർക്കേല. 4 ഭിലായ് സോവിയറ്റ് യൂണിയൻ, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്.
19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. 2. മെച്ചപ്പെട്ട ജലസേചന സൗകര്യം. അതും ശരിയാണ്. 3. കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. 20ാമത്തെ ചോദ്യം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 3-ാം പഞ്ചവത്സര പദ്ധതി. 21ാമത്തെ ചോദ്യം, സ്വതന്ത്രാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, KM പണിക്കർ. 22ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, തുമ്പ. 23ാമത്തെ ചോദ്യം, 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബ്രസീൽ. 24ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 6. 25ാമത്തെ ചോദ്യം, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് സിന്ധു, ചിനാബ്. അത് ശരിയാണ്. കോസി. അതും ശരിയാണ്. സി, ബ്രഹ്മപുത്ര, ഘാഗര. അത് തെറ്റാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് മാനസ്, ലോഹിത്, തീസ്ത, സുബർസിരി. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം സി ആണ് വരുന്നത്. 26ാമത്തെ ചോദ്യം, ഉത്തരമഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഉത്തരമഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഉത്തരം ഓപ്ഷൻ എ, രാജസ്ഥാൻ സമതലം. 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക്, വടക്ക്, തെക്ക് ശരിയായി ക്രമീകരിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. 28ാമത്തെ ചോദ്യം, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. തന്നിട്ടുള്ളത്, ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. ഉത്തരം ഓപ്ഷൻ എ ആണ്. മഹാനദിയുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 29ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കോറമാൻഡൽ തീരസമതലം. 30ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ. അതാണ് തെറ്റായിട്ടുള്ളത്. വെള്ളി മെഡലാണ് ലഭിച്ചത്. 31ാമത്തെ ചോദ്യം, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനങ്ങളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതാണ്? ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പോളണ്ട്, ഉക്രൈൻ. 32ാമത്തെ ചോദ്യം, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, പുതിയ പെൻഷൻ പദ്ധതിയാണ്.
UPS. 33-ാമത്തെ ചോദ്യം, ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആനന്ദ് ഏകർഷി എന്തുമായി ബന്ധപ്പെട്ട ആണ് ശ്രദ്ധേയനായത്? ഉത്തരം ഓപ്ഷൻ സി, മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 34-ാമത്തെ ചോദ്യം, 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? ഉത്തരം 1084:1000. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ. 35-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മണ്ണാർക്കാട്. 36-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. 37-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത ഏതാണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കടൽ തീരമില്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. 38-ാമത്തെ ചോദ്യം, അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 39, കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. 1, പൂക്കോട്ട് തടാകം കണ്ണൂർ എന്നാണ് തന്നിട്ടുള്ളത്. പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ്. വെള്ളായണി തടാകം തിരുവനന്തപുരം, അത് ശരിയാണ്. അഷ്ടമുടി കായൽ എറണാകുളം, അത് തെറ്റാണ്. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ്. തിരുവല്ലം കായൽ ആലപ്പുഴ, അതും തെറ്റാണ്. തിരുവല്ലം കായൽ തിരുവനന്തപുരത്താണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 40-ാമത്തെ ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്, അത് ശരിയാണ്. 2, കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്, അതും ശരിയാണ്. 3, ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ്, അത് തെറ്റാണ്. 1976 ഫെബ്രുവരി 12-നാണ് സമർപ്പിച്ചത്. 4, വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. 41-ാമത്തെ ചോദ്യം, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. 1, പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശന ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ഏത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ, ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. 42-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എറണാകുളത്താണ്. 13 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. കുറവ് ഇടുക്കിയിലാണ്. 2 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. 43-ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി, 7. 44-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴ്ത്തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴ്ത്തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 2, മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 3, 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് പദ്ധതി പ്രഖ്യാപിച്ചത്, അതും ശരിയാണ്. 4, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ
അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 45-ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര്? ഉത്തരം ഓപ്ഷൻ ഡി, മിന്നുമണി. 46-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കൈരളി. 47-ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏത്? യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കോഴിക്കോട്. 48-ാമത്തെ ചോദ്യം, ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ഓർ ലൂയിസ് മഴ നിയമം? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ഇനമാണ് ഡക്വർത്ത് ഓർ ലൂയിസ് മഴ നിയമം? ഉത്തരം ഓപ്ഷൻ എ, ക്രിക്കറ്റ്. 49-ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വിദ്യാവാഹിനി ആപ്പ്. 50-ാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1, ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇത്. അത് ശരിയാണ്. 2, അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ 2ാമത്തെ മണ്ണ് മ്യൂസിയമാണ്. അത് തെറ്റാണ്. 1ാമത്തെ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം. 3, കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. അതും ശരിയാണ്. 2014 ജനുവരി 1-ന് ഉദ്ഘാടനം ചെയ്തു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായി തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായി തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, തന്മുദ്ര. 52-ാമത്തെ ചോദ്യം, സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദൂരദർശൻ. 53-ാമത്തെ ചോദ്യം, ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവരിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജനിക്കുന്ന സമയത്ത് 300 എല്ലുകളാണ് ഉള്ളത്. പ്രായപൂർത്തിയാകുമ്പോൾ 206 അസ്ഥികളായി മാറും. 54-ാമത്തെ ചോദ്യം, മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാം ഉപയോഗിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ഉപയോഗിക്കേണ്ടത്. നെല്ലിക്ക, മുരിങ്ങയില. 55-ാമത്തെ ചോദ്യം, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനങ്ങളും കാർഷിക വിളകളുമാണ് തന്നിട്ടുള്ളത്. ലോല എന്നത് പയറിൻ്റെ ഇനമാണ്. ഹ്രസ്യ നെല്ലിൻ്റേതാണ്. സൽകീർത്തി വെണ്ട. ചന്ദ്രശേഖര എന്നത് തെങ്ങിൻ്റെ ഇനമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. തെങ്ങിൻ്റെ ഇനമാണ് ചന്ദ്രശേഖര. 56-ാമത്തെ ചോദ്യം, ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. ചിത്രത്തിൽ പവിഴപ്പുറ്റുകൾ, കണ്ടൽ വനങ്ങൾ, സസ്യപ്ലവകങ്ങൾ എന്നാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം. അതായത് പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. 57-ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ, കുരുവിക്കൊരു കൂട്. 58-ാമത്തെ ചോദ്യം,
കേരള സർവകലാശാല ഈയടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം ഏതാണ്? കേരള സർവകലാശാല ഈയടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രിയങ്ക. 59ാമത് ചോദ്യം, നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. 60ാമത് ചോദ്യം തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഉത്തരം ഓപ്ഷൻ ഡി ക്രോമിയം. 61ാമത് ചോദ്യം, സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്കിൻ്റെ അയിര് ഏത്? ഉത്തരം ഓപ്ഷൻ സി കലാമിൻ. 62ാമത് ചോദ്യം, മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാൽഷ്യം. 63ാമത് ചോദ്യം, ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നൈട്രജൻ. 64ാമത് ചോദ്യം, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ ഇത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ അപവർത്തനം. അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതാണ് അപവർത്തനം. 65ാമത് ചോദ്യം, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആരാണ്? ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് യൂനുസ്. 66ാമത് ചോദ്യം, ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി സ്കൂൾ വിദ്യാഭ്യാസം. 67ാമത്തെ ചോദ്യം, മലമ്പനി പകർത്തുന്ന വാഹകജീവി ഏതാണ്? മലമ്പനി പകർത്തുന്ന വാഹകജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകൾ. 68ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ്, ഡിഫ്തീരിയ, പോളിയോ, ചിക്കൻ ഗുനിയ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡിഫ്തീരിയ. 69ാമത് ചോദ്യം, എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. അത് ശരിയാണ്. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. അതും ശരിയാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. അത് തെറ്റാണ്. ലൈംഗിക സമ്പർക്കം, രക്തം, സൂചികൾ കൈമാറുന്നതിലൂടെ എന്നിവയിലൂടെയാണ് എയ്ഡ്സ് പകരുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 70ാമത് ചോദ്യം, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മാംസ്യം. 71ാമത്തെ ചോദ്യം, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിറ്റാമിൻ എ ബറി, അത് തെറ്റാണ്. വിറ്റാമിൻ എ നിശാന്തതയാണ്. വിറ്റാമിൻ ബി കണ, അത് തെറ്റാണ്. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തതാ രോഗമാണ് ബറി. വിറ്റാമിൻ സി സ്കർവി, അത് ശരിയാണ്. വിറ്റാമിൻ ഡി നിശാന്തത, അത് തെറ്റാണ്. വിറ്റാമിൻ ഡി കണയാണ്. 72ാമത് ചോദ്യം, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 73ാമത് ചോദ്യം, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പക്ഷാഘാതം. 74ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ്? 1. വർദ്ധിച്ച വിശപ്പും ദാഹവും. 2. കൂടെയുള്ള മൂത്രമൊഴിക്കൽ. 3. ക്ഷീണം. 4. മങ്ങിയ കാഴ്ച.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. 75-ാമത്തെ ചോദ്യം, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആർദ്രം മിഷൻ. 76-ാമത്തെ ചോദ്യം, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ആശാഭവൻ. 77-ാമത്തെ ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജഗത് പ്രകാശ് നദ്ദ. 48-ാമത്തെ ചോദ്യം, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കുരങ്ങ് പനി. 79-ാമത് ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആര്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. 80-ാമത് ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഹാവിഷ്യൂർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.